1980-കളിൽ ചൈനയിൽ വിചിത്രമായൊരു കാര്യം സംഭവിച്ചു തുടങ്ങി. കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് പുകയുയരുന്ന കൂറ്റൻ വ്യവസായ നഗരങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി. സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും കൃഷി നിർത്തിയാൽ അവിടുത്തെ ഭക്ഷ്യോത്പാദനം തകർന്നടിയേണ്ടതാണ്. പക്ഷേ ചൈനയിൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഇന്ന് ലോകത്തെ ആകെ കൃഷിഭൂമിയുടെ 10% താഴെ മാത്രം കൈവശമുള്ള ചൈനയാണ് ലോക ജനസംഖ്യയുടെ 20% വരുന്ന മനുഷ്യർക്ക് അന്നം നൽകുന്നത്. ഇതെങ്ങനെ സാധ്യമായി എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് മലഞ്ചെരിവുകളെ വെട്ടിമുറിച്ചുണ്ടാക്കിയ നെൽവയലുകളിൽ അവരിന്നും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം വരുന്ന പ്രദേശത്തും പഴയകാലത്തെ കൈക്കോട്ട് കൃഷിയിൽ നിന്ന് അവർ യന്ത്രങ്ങൾ ഭരിക്കുന്ന ആധുനിക കൃഷി രീതിയിലേക്ക് ചുവട് മാറ്റിയെന്ന് മാത്രമല്ല, തികച്ചും മോഡേൺ ആയ AI കൺട്രോൾഡ് ഇറിഗേഷൻ സംവിധാനങ്ങളും ഡ്രൈവർമാരില്ലാത്ത ട്രാക്ടറുകളും മിനിറ്റുകൾക്കുള്ളിൽ ഏക്കറുകളോളം സ്ഥലത്ത് മരുന്ന് തളിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളുമാണ് ചൈനയിലെ കാർഷിക മേഖലയിലുള്ളത്. കൂടാതെ കൃത്രിമ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കെട്ടിടങ്ങൾക്കുള്ളിൽ പച്ചക്കറികൾ വിളയിക്കുന്ന വെർട്ടിക്കൽ ഫാമിംഗ് പരീക്ഷണങ്ങളിലാണ് ഇപ്പോൾ ചൈന. രസകരമായ കാര്യം ഇതാണ്: ചൈന സാമ്പത്തികമായി വളർന്നപ്പോൾ കൃഷി ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു, പക്ഷേ കൃഷി കൂടുതൽ ശക്തമായി. കാരണം ഇന്നത്തെ ആധുനിക കൃഷി എന്നത് വെറും മനുഷ്യാധ്വാനത്തിലുപരിയായി എഞ്ചിനീയറിംഗിന്റെയും കൃത്യമായ ഡാറ്റയുടെയും അത്യാധുനിക യന്ത്രങ്ങളുടെയും കൂടിച്ചേരലാണ്. കാരണം അവർ പണ്ടേ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരുന്നു: സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തിനും ഒരിക്കലും യഥാർത്ഥത്തിൽ ഒരു വൻശക്തിയാവാൻ കഴിയില്ല. മോഡേൺ വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.